അങ്ങനെയുണ്ട്. എടാ നീ ഇന്നലെ കുളത്തിന്റെ അവിടെ പോയി സ്വീറ്റ് വലിച്ചായിരുന്നു. കത്തിപ്പിടിച്ച് കിടപ്പുണ്ട്. ഏയ് ഞാൻ അവിടെ നിന്ന് പോകാറില്ല. ഞാൻ തോട്ടുന്നറിയുന്നുണ്ട്. എന്നാ ചെറിയ റൂമാടാ ഇത്. നിനക്ക് മേലെ പോയി അപ്പൻ്റെ റൂമിൽ കിടന്നൂടെ? ഓ വണ്ടി കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ എത്തിട്ട് റോങ്ങായി പോയി. ഇച്ചിരി അല്ല, നീ പറഞ്ഞ പോലെ കള്ള് തന്നെ മെയിൻ പ്രശ്നം. അത് മനസ്സിലായ ചേട്ടായിക്കാനുള്ള ഇനിയുള്ള മണ്ടത്തിലൊന്നും കാണിക്കരുത്. എടാ മോനെ, അപ്പൻ എന്തൊരു ബെറ്റർ ആയിട്ട് വന്നതാ. നമുക്ക് ആശ വന്നിട്ട് പോയി കളഞ്ഞില്ലേ? എൻ്റെ കയ്യിൽ നിന്നും പോയി. നീ അതങ്ങ് വിട്ടേക്ക്. മോനെ, തോട്ടസുതി നിൻ്റെ കൂടെ പഠിച്ചതല്ലേ? ഏത്? ആ പണ്ടും കണ്ട് പഠിച്ചാന്ന് തോന്നുന്നു. കൂടെ കിടന്ന് പാര വെക്കല അവൻ്റെ പണി. അല്ല, അവൻ്റെ ആദ്യം കണ്ടതൊന്നും ചത്ത അവൻ്റെ അപ്പനാവും. അല്ല, അവൻ്റെ സാമാനത്തിൽ കയറി ഞാൻ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കും എത്ര പേരോട് പറഞ്ഞു. എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടോ ഗുണം 10 ഇടി. അപ്പനോട് സ്നേഹം എന്ന് പറഞ്ഞാൽ ചേട്ടായി കാണിക്കുന്ന ഫുൾ മണ്ടത്തരമാണ്. ചേട്ടായിക്ക് ആരോടെങ്കിലും പ്രശ്നമുണ്ട് എന്തിനാ ഞാൻ മൈര എന്നെ കുറിച്ചല്ല, നിന്നെ കുറിച്ചാണ്. അപ്പം മരിക്കണ സമയത്ത് നീ എവിടെയായിരുന്നു? ബിൻസിയുടെ കാർച്ച കേട്ട് അവരെ കൂടി വരുന്ന സമയത്ത് നീ റബ്ബറും കാട്ടി കൂടെ സ്ലോ മോഷനിൽ നടന്നു വരണ്ടായിരുന്നു. ഞാനോ? എങ്ങനെയുണ്ട്? വളഞ്ഞു വളഞ്ഞ് വരണണ്ട. മനുഷ്യന്മാരാ ചേട്ടായി. ഫുൾ ടൈം പുതപ്പിനടി കിടന്ന് പറയുന്നത് നിന്നെ കുറിച്ച് ഇങ്ങനെ അടിച്ചിറക്കാമെങ്കിൽ ഈ നാട്ടിൽ മസ്ലിം പിടിച്ചു കിടക്കുന്ന എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടാവും? സൊസൈറ്റി ഒരു മൈറിനാണ്. വെറും അവനെ ഞാൻ പൊക്കും. ചേട്ടായി അവനെ കിട്ടി എന്നെ വിളിക്കണം. ആ